നന്ദിയുള്ളവരാവുക. അത് ഈ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നന്ദിയുമായി ബന്ധപ്പെട്ട ഒരു അല്പകാര്യം. സുദീർഘമായ വലിയൊരു വിഷയമാണ്. ശാസ്ത്രീയമായ ഒരുപാട് വിശദീകരണങ്ങൾ നൽകപ്പെടുന്ന, അതുപോലെ മതപരമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ആഴത്തിൽ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയമാണിത്. പലപ്പോഴും നന്ദികേടിൻ്റെ വർത്തമാനം നമുക്കറിയാം എന്താണ് പറയുന്നത്. ഇപ്പോൾ പ്രവാസികളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ പലപ്പോഴും പല പ്രവാസികളും പറയാറുള്ള കാര്യമാണ്, പുറത്തുനിന്ന് നമ്മുടെ കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ഭാര്യയ്ക്ക് മക്കൾക്കൊക്കെ ഒരുപാട് ഗുണങ്ങൾ ചെയ്തു, ഒരുപാട് പൈസ അയച്ചു കൊടുത്തു, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്താലും ഒരു നന്ദിൻ്റെ വാക്കുകൾ പോലും പറയാറില്ല. അല്ലെങ്കിൽ നന്ദികേട് അവർ കാണിക്കുന്നു, നന്ദികേടിൻ്റെ വാക്കുകൾ പറയുന്നു. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് നമുക്കറിയാം, എത്ര നമ്മൾ ഗുണങ്ങൾ ചെയ്താൽ, പാല് വാങ്ങിക്കൊടുത്താൽ തോട്ടി വാങ്ങാതിന് പരാതി പറയും, ആ ചെയ്തതിന് നന്ദിയില്ല എന്നൊക്കെ നമ്മൾ പലരും പറയാറുണ്ട്, പലപ്പോഴും പല രീതിയിൽ. അപ്പോൾ അതുപോലെ എന്താണ് നന്ദികേട് നമുക്ക് കൃത്യമായിട്ട് അറിയാം, അത് ആ വാക്കുകൾ അറിയാം. പക്ഷേ എന്താണ് നന്ദി, ഈ ഗ്രാറ്റിറ്റ്യൂഡ്, എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ്, അതാണ് ഈ ഒരു സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ പലപ്പോഴും ദൈവവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, അള്ളാഹുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നു, നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ച് നൽകുന്നതാണ്. അതെന്താണ് വർദ്ധിപ്പിച്ച് നൽകുന്നത്? പണ്ഡിതന്മാർ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, എന്തും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല വർദ്ധിപ്പിച്ച് തരും. ഇപ്പോൾ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സാമ്പത്തികമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ശാരീരികമായി ബന്ധപ്പെട്ട്, ആരോഗ്യമുണ്ട്, ആയുസ്സുണ്ട്, അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ പലതും വിശാലമായി നമുക്ക് ചിന്തിക്കാം. അപ്പോൾ നമുക്കറിയാം ദൈവം നമുക്ക് എന്തിനു വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചത്? ഭൂമിയിൽ അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നിട്ട് നമ്മളോട് പറഞ്ഞത് എത്ര സമയമാണ്? ആകെ ചുരുങ്ങിയ സമയം മാത്രമാണ് നമ്മൾ ആരാധനയുമായി മുഴുകുന്നത്. അതേപോലെ ഏകഘോഷജീവിയായ അമീബ മുതൽ ബഹുഘോഷജീവിയായ നീലത്തിമ്മിങ്കലം വരെയുള്ള സകല ജീവജാലങ്ങളെയും സൃഷ്ടിച്ചത്, അതിനെ സകലതിനെയും സൃഷ്ടിച്ച് പരിപാലിച്ച് കൊണ്ടുപോകുന്നത് അതെന്തിനു വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. പല ജീവികളും, പല സൗന്ദര്യങ്ങൾ, പല പുഷ്പങ്ങൾ, ചെടികൾ, നദികൾ, അരുവികൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമുക്ക് ആസ്വദിക്കാൻ, കണ്ടാസ്വദിക്കാൻ. എത്ര വ്യത്യസ്തമായ ഗന്ധങ്ങളാണ് നമ്മൾ ആസ്വദിക്കുന്നത്, ശ്വസിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? നമ്മളിങ്ങനെ വെറുതെ ഇങ്ങനെ പോകുമ്പോൾ ഒരുപാട് ചെടികൾ, മുല്ലപ്പൂവും ചെണ്ടുമല്ലിപ്പൂവും, അങ്ങനെ നിരവധി പുഷ്പങ്ങൾ, അതൊക്കെ അതിൻ്റെ ആസ്വാദനം നമ്മൾ ആസ്വദിക്കാൻ. ഒരുപാട് മത്സ്യങ്ങൾ നമുക്ക് വേണ്ടി കാണാൻ വേണ്ടി സാധിക്കും. അതിന് തിന്നാലൊരു ടേസ്റ്റ് ഉണ്ടാവും, പക്ഷേ കാണുമ്പോൾ ഭയങ്കര സന്തോഷം, സമാധാനം നൽകും, ഭയങ്കര രസമായിരിക്കും കാണാൻ. അങ്ങനെ ഈ പ്രകൃതി, സൂര്യൻ്റെ ഉദയവും അസ്തമയവും അതുമായി ബന്ധപ്പെട്ട് അങ്ങനെ വിശാലമായി നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ മനുഷ്യന് വേണ്ടി നാം സൃഷ്ടിച്ചതാണ്. അതുപോലെ മനുഷ്യൻ, അപ്പോൾ ഇതിനൊക്കെ നന്ദി നമ്മൾ കാണിക്കുകയാണെങ്കിൽ നമ്മൾ നേരം പോലത്തെ മുന്തിയാളും ഇതുമായി സ്മരിച്ചാണ് ജീവിക്കേണ്ടി വരും. ഇപ്പോൾ പണ്ഡിതന്മാർ പറയുന്നതായി കാണാം, നിങ്ങൾ നാവിനെ നനയ്ക്കുക നല്ല നല്ല ദിക്റുകൾ കൊണ്ട്, ദുആകൾ കൊണ്ട്. നന്ദിയുള്ളവർ മീൻ, വെള്ളത്തിലുള്ള മീൻ പുറത്തിട്ടാൽ എത്രമാത്രം അത് വെള്ളമില്ലാതെ ജീവിക്കാൻ സാധിക്കില്ല. അതുപോലെ ആകണം ഒരു യഥാർത്ഥ വിശ്വാസി. അവൻ്റെ നാവ് നനഞ്ഞുകൊണ്ടേയിരിക്കുക ദിക്റുകൾ കൊണ്ടും, ദുആകൾ കൊണ്ടും, വിസ്മരണകൾ കൊണ്ട്, ഹൃദയവും അവൻ്റെ ഇത് നമുക്ക് അതുപോലെ ബ്രെയിനിൽ, തലച്ചോറിൽ എന്താണ് നടക്കുന്നത് നന്ദിയുമായി ബന്ധപ്പെട്ട്, ഈ ഗ്രാറ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട് വലിയ വിഷയമാണ്. പക്ഷേ ചുരുക്കി പറയാം, അത് അപ്പാടെ മാറ്റിമറിച്ച് കളി നമ്മൾ ഈ നന്ദിയുള്ളവരായി തീരുമ്പോൾ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിത പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ, നിങ്ങളുടെ ദുഃഖങ്ങളെ, നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഭാരങ്ങളെ മൊത്തം മാറ്റിക്കളയും. നിങ്ങളെ ഉറക്കമില്ലായ്മ, നിങ്ങളുടെ ടെൻഷൻ, നിങ്ങളുടെ ഡിപ്രഷൻ എല്ലാം മാറ്റിക്കളയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അത്ഭുതകരമാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഭയങ്കരമായ പ്രോസസ്സാണ് നടക്കുന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത് സത്യത്തിൽ? ഇപ്പോൾ നമുക്ക് ഉറക്കമില്ലായ്മയുണ്ട്, ടെൻഷനുണ്ട്, പക്ഷേ നമ്മൾ അപ്പോൾ നമ്മളെ ചിന്ത മാറും. ഇപ്പോൾ നന്ദിയോട് കൂടി സ്മരിക്കുക, നമ്മളെക്കുറിച്ച് നല്ലൊരു വാക്ക് പറഞ്ഞത്, നല്ല പ്രവൃത്തി നമുക്ക് വേണ്ടി കാഴ്ചവെച്ചത്, നമ്മളെ മാതാപിതാക്കൾ, നമുക്ക് നല്ല മാതാപിതാക്കളുണ്ടായി, അവർ നല്ല സൗകര്യങ്ങൾ നമുക്ക് തന്നു. നമ്മൾ അപ്പോൾ എടുക്കുന്നുണ്ട് ഒരു സുഹൃത്ത് വന്നപ്പോൾ ഒന്ന് കട്ടായി. ഞാൻ ഇതുവരെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു ഭയങ്കരമായ പ്രോസസ്സാണ് നമ്മുടെ തലച്ചോറ്, നമ്മുടെ ബ്രെയിനിൽ നടക്കുന്നത് നന്ദിയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് നല്ലൊരു കുടുംബത്തിൽ ജനിച്ചു, നന്ദിയോടെ സ്മരിക്കാം. നമുക്ക് ഭാര്യമാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു, മക്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു, മക്കൾ നമുക്ക് കൺകുളിർമ ഉണ്ടാകുന്നു, ഒരുപാട് സന്തോഷം ഉണ്ടാകുന്നു. അതൊക്കെ നന്ദിയോടെ സ്മരിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കണം. അതുപോലെ നമുക്ക് വേണ്ടി ഒരുപാട് ചില ആളുകൾ നല്ല നല്ല സംസാരങ്ങൾ, നല്ല നല്ല പ്രഭാഷണങ്ങൾ, നല്ല നല്ല വാക്കുകൾ, നല്ല നല്ല പുസ്തകങ്ങൾ എഴുതി അതൊക്കെ നമ്മൾ വായിക്കുന്നു, അതിന് അറിവ് നമ്മൾ നേടുന്നു. അതുകൊണ്ട് നന്ദിയോടെ സ്മരിക്കുക. അതുപോലെ ചില ആളുകൾ പറയാറുണ്ട്, ഇപ്പോൾ പ്രവാസ ലോകത്തേക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പൈസ ഒക്കെ ചിലവാക്കി ചില ആളുകൾ പ്രവാസ ലോകത്തേക്ക് ആളുകളെ കൊണ്ടുവരും. അതിനുശേഷം അവൻ പറയുന്ന വാക്കെന്തായിരിക്കും? നേരെ ഉൾട്ടായിരിക്കും. നേരെ ഉൾട്ടാവും. കുണഞ്ഞും കൊണ്ടിപ്പോൾ കഷ്ടപ്പാട്, അപ്പോൾ കയ്യും കാലും പിടിച്ചിട്ട് വന്ന് തന്നെ പിന്നെ അത്ര ഒരു നന്ദി കെട്ട മനുഷ്യനാകരുത് നമ്മൾ, നന്ദിയുള്ളവരായി തീരുക. അതേപോലെ ഇപ്പോൾ ഈ അടുത്തൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ നമ്മളെ എം കെ മുനീറുമായി ബന്ധപ്പെട്ട ലീഗിൻ്റെ ഒരു നേതാവുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബാങ്കിൽ ഇഷ്യൂസ് ഉണ്ടായല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പത്രക്കാരൊക്കെ ചോദിച്ചു, ബാങ്കൊക്കെ ചെയ്ത് ഭയങ്കര ക്രൂരതയല്ലേ, ബാങ്ക് അങ്ങനെ ചെയ്ത് വേണമെങ്കിൽ അദ്ദേഹത്തിന് പറയാം, എന്ത് ബാങ്കിൽ ചെയ്ത് ബാങ്ക് തെറ്റാണ്, പലിശൻ്റെ മുകളിൽ പലിശ അങ്ങനെ ആയിട്ടാണല്ലോ. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഭയങ്കര സത്യമാണ്. അപ്പോൾ അത് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്, നമുക്കറിയാം വിഷയമല്ല, പക്ഷേ വിശാലമായി ഞാൻ പറഞ്ഞില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ബാങ്ക് നമ്മളെ പറ്റിച്ചു നമ്മൾ പറയാൻ പാടില്ല, ഞങ്ങളങ്ങനെ ബുദ്ധിമുട്ടിച്ചു എന്ന് പറയാൻ പാടില്ല, ബാങ്ക് നമ്മളെ സഹായിച്ചതാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു നന്ദിയോടെ നമുക്ക് ചെയ്ത ഉപകാരം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്, പക്ഷേ ആ ഉപകാരം നമ്മൾ നല്ല രീതിയിൽ സ്മരിക്കുക. അതിനെ
ഒരു നന്ദിയുള്ളവരാവുക. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മുടെ ടെൻഷനും അതുപോലെ എന്തെങ്കിലും ദുശീലങ്ങളുണ്ടെങ്കിൽ പോലും അത് മാറാൻ വേണ്ടി കാരണമാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ദുശീലങ്ങൾ മാറ്റണോ, നിങ്ങൾ നന്ദിയോട് കൂടി ജീവിക്കുക, നന്ദിയുള്ളവരായി മാറുക. അപ്പോൾ നിങ്ങൾ ദുശീലങ്ങൾ പോലും മാറിപ്പോകുമെന്നതിൽ യാതൊരു സംശയവുമില്ല.